ഒരിക്കലൊരു കലാകാരൻ, കൊത്തുപണികളൊക്കെ ചെയ്യുന്ന ഒരു കലാകാരൻ, അദ്ദേഹത്തിന്റെ വീട്ടില് നല്ല കാതലുള്ള വലിയൊരു മരം വളർന്നു വന്നു. അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമായിരുന്നു ഈ മരം കൊണ്ട് നല്ലൊരു വഞ്ചി ഉണ്ടാക്കണം. അങ്ങനെ ആ മരം മുറിച്ചിട്ട് കുറച്ച് നാളുകളെടുത്ത് അദ്ദേഹത്തിന്റെ സകല കലാവിരുതുകളും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം മനോഹരമായൊരു വഞ്ചി ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ ഒരു ജീവിത സ്വപ്നമായിരുന്നു. അങ്ങനെ തൊട്ടടുത്ത കായലിൽ ഇദ്ദേഹം ഈ വഞ്ചി ഇറക്കി. നാട്ടുകാരൊക്കെ നോക്കി നിൽക്കും ഇദ്ദേഹം വഞ്ചിയായിട്ട് ഇറങ്ങുമ്പോൾ ആ വഞ്ചി ഒന്ന് കാണാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു വഞ്ചി നാട്ടിലെങ്ങും ആരും കണ്ടിട്ടില്ല. കുറെ നാൾ കഴിഞ്ഞ് ഒരിക്കൽ വഞ്ചിക്കകത്ത് വെള്ളം കയറി ആ വഞ്ചി കായലിൽ മുങ്ങിപ്പോയി. തിരിച്ചെടുക്കാനായിട്ട് പല പരിശ്രമങ്ങൾ നടത്തിയിട്ടും ആ കായലിൽ നിന്ന് ആ വഞ്ചി തിരിച്ചെടുക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല. അങ്ങേയറ്റം സങ്കടമായി. കാരണം താൻ പ്രിയപ്പെട്ടെന്ന് കരുതി താൻ വളർത്തിയൊരു മരം, അതുകൊണ്ട് തന്റെ കരവിരുത് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത മനോഹരമായൊരു വള്ളം, ആ വള്ളം തനിക്ക് നഷ്ടപ്പെട്ടു പോയി. അത് കായലിൽ നിന്ന് പൊക്കിയെടുക്കാൻ പറ്റണില്ല. മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഒരിക്കൽ അദ്ദേഹം ചന്തസ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ താൻ ഉണ്ടാക്കിയ ഈ വള്ളം വർഷങ്ങൾക്ക് ശേഷം ആരോ അത് കായലിൽ നിന്ന് പൊക്കിയെടുത്തിരിക്കുന്നതാണ്. എന്നിട്ട് അതുകൊണ്ടൊന്ന് ചന്തസ്ഥലത്ത് ഇങ്ങനെ പ്രദർശിപ്പിച്ച് വെച്ചേക്കുക. കാരണം അത്ര മനോഹരമാണ് ആ വള്ളം. ആ വള്ളം വിൽക്കാൻ വേണ്ടിയാണ് ഇയാൾ കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം ചോദിച്ചു, ഇത് എത്ര രൂപയ്ക്കാ വിൽക്കണത്? ലോകത്തെങ്ങാനും കേൾക്കാത്ത രീതിയിലുള്ള വിലയാണ് ആ മനുഷ്യൻ പറഞ്ഞത്. കാരണം ഈ വള്ളത്തിന്റെ മൂല്യം എന്തോരം ഉണ്ടെന്ന് അവനറിയാം. അപ്പൊ നോക്കിയപ്പോ തന്റെ കയ്യിൽ അത് മേടിക്കാനുള്ള പണമില്ല. എന്നിട്ട് തന്റെ വീടും പറമ്പും വിറ്റ് കിട്ടിയ പൈസ കൊണ്ടുപോയി കൊടുത്ത് ഈ കലാകാരൻ ആ വള്ളം ചന്തസ്ഥലത്ത് നിന്ന് വാങ്ങിച്ചെടുത്തു. ഈ വള്ളത്തോട് ഈ കലാകാരൻ അങ്ങേയറ്റം സ്നേഹം. എപ്പോഴും ഈ വള്ളത്തിന്റെ അടുത്ത് പോവും, വള്ളത്തോട് സംസാരിക്കും. വള്ളത്തോട് ഈ മനുഷ്യൻ പറയാ, എനിക്ക് രണ്ട് രീതിയിൽ നിന്നോട് ബന്ധമുണ്ട്. നിന്നെ സൃഷ്ടിച്ചതും ഞാനാണ്, നിന്നെ വില കൊടുത്ത് മേടിച്ചതും ഞാനാണ്. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മോട് പറയുകയാ, അല്ലയോ സഹോദര സഹോദരി, നിന്നെ സൃഷ്ടിച്ചത് ഞാനാണ്, നിന്നെ വില കൊടുത്ത് മേടിച്ചതും ഞാനാണ്, എന്റെ തിരിച്ചോര കൊടുത്ത് മേടിച്ചതാ. അതുകൊണ്ട് നീ വിലയില്ലാത്തവനോ വിലയില്ലാത്തവളോ അല്ല, നീ എനിക്ക് പ്രിയങ്കരനും പ്രിയങ്കരിയുമാണ്.